ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ പ്രമീസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങ് 4 സ്പൂൺ റവയും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഒരു മാഷർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടാണ് ഉടയ്ക്കാൻ പറ്റുന്നതെങ്കിൽ കൈ കൊണ്ട് വേണേലും ഉടച്ചെടുക്കാം. ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഉരുളക്കിഴങ്ങ് എടുക്കാം. നല്ലതുപോലെ വെന്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതേ നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം നമ്മൾ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയൊരു കപ്പാണ്, അതിൽ 4 സ്പൂൺ റവയാണ് കേട്ടോ. അപ്പോൾ 4 സ്പൂൺ റവയുള്ള ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 സ്പൂൺ റവ കൊള്ളുന്ന ഒരു കപ്പ്, അതാണ് ഞാൻ അളന്നെടുത്തിട്ട് ഉള്ളതാണ് കേട്ടോ. അത് ആ ഒരു കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. വറുത്തിട്ടുള്ള റവയാണ്, പിന്നെ വളരെ ചെറിയ തരികളുള്ള റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലയും 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂൺ എള്ള്, അതേപോലെ ഉപ്പ്, 3/4 സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ എങ്ങനെയാണോ കുഴയ്ക്കുക അതേപോലെ തന്നെ കുഴച്ചെടുക്കുക. നമ്മൾ ഏത് പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ മാവൊക്കെ കുഴയ്ക്കുന്നത് എത്രത്തോളം സോഫ്റ്റായിട്ട് കുഴയ്ക്കുന്നുവോ അത്രത്തോളം സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് മാവ് എത്രത്തോളം സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുമോ അത്രയും കുഴച്ചെടുക്കുക. നമ്മൾ മാവെല്ലാം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. എത്ര ഈസി ആയിട്ടെന്ന് പറയും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം എന്നറിയത്. അപ്പോൾ നമ്മൾ മാവെല്ലാം നല്ലതുപോലെ ഒന്ന് കുഴച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കൈ വെള്ളിയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒന്ന് തേക്കാം കേട്ടോ. നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഏത് വേണമെങ്കിലും തേക്കാം. ഇനി ചെറിയ ചെറിയ ബോളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചെറിയ ബോളായിട്ടാണെങ്കിൽ ഞാൻ ചെറിയ ചെറിയ ബോളായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. നിങ്ങൾക്കിനി വലിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാ മുഴുവൻ മാവും നമുക്കിതുപോലെ ഉരുളകളായിട്ട് ചെറിയ ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. ഒട്ടുന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കയ്യിൽ വീണ്ടും എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒന്നല്ല ഒട്ടും. അതുകൊണ്ട് തന്നെ എണ്ണ വേണമെങ്കിൽ കയ്യിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് മാവ് മുഴുവനും ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ചെറിയ ചെറിയ ബോളായിട്ട് നമുക്ക് ഉരുട്ടി ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഇനി നമുക്കിത് തിളച്ച എണ്ണയിൽ നമുക്കിത് വറുത്ത് കോരാം. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം ആ മുകളിലുള്ള തിളയെല്ലാം നല്ലതുപോലെ ഒന്ന് മാറി വരുമ്പോൾ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. ഉരുളക്കിഴങ്ങും റവയും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള 4 മണി പലഹാരം നല്ല ടേസ്റ്റിയാണ്, വളരെ ഈസിയുമാണ്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളിതേ ചമ്മന്തിയോ അല്ലെങ്കിൽ സോസോ മുക്കിയിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമല്ല കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക.